നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് രഘുവേട്ടന്റെ ഫോൺ എപ്പോഴും ബിസി ആയിരിക്കും പറഞ്ഞ് അമ്പിളി ചേച്ചി ദയെ കൊണ്ട് വിളിപ്പിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ രഘുവേട്ട സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെ രഘുവേട്ടൻ അത് തെറ്റിച്ചില്ലേ? അവരെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും രഘുവേട്ടന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ലായിരുന്നു. സത്യമായും ഞാൻ ചിന്തിച്ചത് ഓർത്തതൊന്നും അല്ല ചെയ്തു. ദാസങ്ങളല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോ അതിലതൊരു ബാധ്യതയാവുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതൊന്നും പറഞ്ഞ അമ്പിളി ചേച്ചിക്ക് മനസ്സിലാവില്ല രഘുവേട്ട. ആ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനല് രഘുവേട്ടൻ ഒന്നോട് ഊതി പെരുപ്പിച്ചതായിട്ടാ എനിക്ക് തോന്നുന്നു. മോളെ എന്തുപറ്റി? ഇങ്ങനെ നിന്റെ ഛർദിൽ ഇതുവരെ മാറിയില്ലേ? ചേച്ചി ഒന്ന് നോക്കിയേ. ചിരു, നീ എന്തായി കാണിക്കുന്നേ? നീ നിന്റെ മുറിയിലേക്ക് പോയേ. ഇവിടെ ഞാൻ നോക്കിക്കോളാം. ഓടി. അയ്യോ ചെല്ല്. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ കാണിക്കില്ലല്ലോ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഇതുപോലെ വന്നപ്പോ അവിടെ കാണിച്ചാ മതിയായിരുന്നു. കുഴപ്പമില്ല ചേച്ചി. അമ്പിളി ചേച്ചി കിച്ചണിൽ ഇപ്പൊ എന്തോ ഫ്രൈ ചെയ്തില്ലേ, അതിന്റെ സ്മെല്ല് പിടിക്കാഞ്ഞിട്ടാ, അല്ലാതെ വേറെ ഒന്നുമില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഛർദിച്ച ശേഷം പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഇല്ല രഘുവേട്ട, പിന്നെ ഇപ്പഴാ. ഡി, ശബരി ഇവിടുന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. 2 തവണ ശബരിയുടെ വീട്ടിൽ വെച്ച് ഛർദിലുണ്ടായിന്നല്ലേ ദേ. അപ്പോഴും അവൻ ഡോക്ടറെ അടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാ ശബരി ഇവിടുന്ന് പോയത്. എടി, നിനക്കെന്താ അവന്റെ കൂടെ പോയി ചെക്കപ്പ് നടത്തിയ? ഇത് മാറുമെന്ന് വിചാരിച്ചിട്ടാ ചേച്ചി. ഇനിയിപ്പോ ശബരിയേട്ടൻ വരുമ്പോ ഞാൻ ഡോക്ടറെ പോയി കാണാം. എനിക്കാണെങ്കിൽ ചെറിയൊരു വയറുവേദനയുണ്ട്. കുറച്ചേരം പോയി കിടക്കട്ടെ. ഹോസ്പിറ്റലിൽ പോവാൻ ശബരിയെ കാത്ത് നിൽക്കണമെന്നില്ല. ഞാൻ നിന്നെ കൊണ്ടുപോവാ. വേണ്ട രഘുവേട്ട, ഞാൻ ശബരിയേട്ടനെ വിളിച്ച് പറഞ്ഞോളാം.